ഹലോ ഫ്രണ്ട്സ്, സൺഡേ ആയിട്ട് ഞങ്ങൾ നല്ല തിരക്കിലാണ്. കുക്കിംഗ് ആണ് മെയിൻ. ഇന്നത്തെ മൽപ്പിടുത്തം കൊഞ്ചുമായിട്ടാണ്. നമുക്കൊരു കൊഞ്ചു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഞങ്ങളുടെ കിച്ചണിൽ അധികം ഉണ്ടാക്കാത്ത ഒരു കാര്യമാണ് കൊഞ്ചു ബിരിയാണി. അപ്പം അതുണ്ടാക്കണമെങ്കിൽ അത്രയ്ക്ക് നല്ല ഒരു ആൾക്കാർ വരുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ഇന്നിന് രണ്ട് നല്ല ക്ലോസ് ഫ്രണ്ട്സ് വരുന്ന ദിവസമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കൊഞ്ചു ബിരിയാണി. കൊഞ്ചു ബിരിയാണിയുടെ കൂടെ നമ്മൾ സീബാസ് നമ്മൾ ഗ്രില്ല് ചെയ്തു. അതിൻ്റെ കൂടെ ചിക്കൻ 65, ചിക്കൻ ചില്ലി ചിക്കൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രോൺസ് ബിരിയാണി നല്ലതായിരുന്നു. പിന്നെ ടേസ്റ്റിനെക്കാട്ടിനുള്ളത് നമ്മൾ അവർക്ക് വേണ്ടി സ്നേഹത്തോടെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യം ഉണ്ടല്ലോ അല്ലേ. ഇനി ഇവരെ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യം പറയാം. ഞാൻ UG പഠിച്ചത് മൈസൂരാണ്. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ രണ്ട് ഫ്രണ്ട്സിനെ. പക്ഷെ ഇവർ രണ്ടുപേരും മാത്രമല്ല, എനിക്കൊരു സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. പലരും പല സ്ഥലത്താണ്. ഫ്രണ്ട്സ് ഓഫ് സെയിം മെൻറ്റൽ വേവ് ലെങ്ത് എന്നൊക്കെ പറയത്തില്ലേ, അതാണെന്ന് തോന്നുന്നു ഞങ്ങളെല്ലാവരെയും ഒരുമിപ്പിച്ചത്. കാരണം എല്ലാവരും ഒരു അരപിരി ലൂസാണ്, അവർ കേൾക്കണ്ട. എന്നാലും ഈ പല സ്ഥലത്തായതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിനെ എല്ലാവരും ഒരുമിച്ച് കാണാൻ ഭയങ്കര പാടാണ്. എന്നാലും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും മീറ്റപ്പ് വെക്കാറുണ്ട്. പക്ഷേ ലാസ്റ്റ് 2 മീറ്റപ്പിനും എനിക്ക് പോകാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമം എല്ലാം എനിക്ക് നല്ലതുണ്ട്. പക്ഷെ അത് മാറിയത് ഇവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടപ്പോഴാണ്. ഇവരുടെ കൂടെയുള്ള എൻഡ്ലെസ് ടോക്സ്, എൻ്റെ അമ്മേ എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞതെന്നറിയാവോ? കോളേജിൻ്റെ കാര്യം, സീനിയേഴ്സിൻ്റെ കാര്യം, ജൂനിയേഴ്സിൻ്റെ കാര്യം, ടീച്ചേഴ്സിൻ്റെ കാര്യം, ക്ലാസ്സിൽ നിന്ന് വെളിയിൽ ഇറക്കി വിട്ട കാര്യം. ഭയങ്കര ഹോസ്റ്റൽ ലൈഫ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തൊരു കാര്യമായിരുന്നു.